പുരുഷന്മാരിലും സ്ത്രീകളിലും പൊതുവെ കണ്ടുവരുന്ന ഒരു ബ്യൂട്ടി പ്രോബ്ലമാണ് മൂക്കുരു. പ്രത്യേകിച്ച് ടീനേജ് പ്രായക്കാരുടെ ഇടയിലാണ് ഇത് കണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ മൂക്കുരുക്കൾ വരുന്നതെന്ന് നോക്കാം. മൂക്കുരു തന്നെ പല തരത്തിലുണ്ട്. നമ്മൾ വല്ലാതെ വലുപ്പത്തിൽ വരുന്ന, എണ്ണത്തിൽ വളരെ കുറവും വലുപ്പത്തിൽ വരുന്നതും, പസ് ഫോമിംഗ് ആയിട്ട് വരുന്നതും, റെഡ്നെസ്സോട് കൂടി വരുന്നതും ഒക്കെ അങ്ങനെ പലതരത്തിലാണ് മൂക്കുരു പ്രശ്നങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ടീനേജേഴ്സ് നമ്മുടെ ഇടയിലേക്ക് കസ്റ്റമേഴ്സ് അല്ലെ സർവീസിന് വേണ്ടി വരുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്താണെന്ന്. ടീനേജ് പ്രായക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളുടെ ടീനേജ് പ്രായക്കാരിൽ കണ്ടുവരുന്ന മൂക്കുരുക്കൾ പ്രധാനമായിട്ടും ഹോർമോണൽ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യത്യാസങ്ങൾ കൊണ്ട് ഇമാതിരിയുള്ള വലിയ മൂക്കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആ മൂക്കുരു പിടിച്ച് ഞെക്കുകയോ കുത്തി പൊട്ടിക്കുകയോ അതിൻ്റെ പസ് എടുത്ത് കളയാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് വീണ്ടും വലുതാവാനും ഇൻഫ്ലമേഷൻ വരാനും അത് വീണ്ടും വീണ്ടും മൂക്കുരുക്കൾ അധികരിക്കാനും സ്കിൻ ഭയങ്കര കട്ടിയാവാനായിട്ടുമൊക്കെ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മെയിനായിട്ട് നിങ്ങൾ രണ്ട് നേരം, രാവിലെയും വൈകുന്നേരവും മുഖം നല്ല വൃത്തിയായിട്ട് ഒരു മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തിയായിട്ട് കഴുകി നീറ്റായിട്ട് നമ്മൾ സ്കിൻ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ടീനേജ് പ്രായം അങ്ങോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു 25 വയസ്സ് തൊട്ട് ഒരു 35-40 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന മുഖക്കുരുക്കൾ, അത് പ്രത്യേകിച്ചും നമ്മുടെ കവിളിൻ്റെ സൈഡിലായിരിക്കും. അതുകൊണ്ട് ഈ ഏരിയയിലെ കവിളിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും വരുന്നത്. അതും എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. പക്ഷേ 3-4 എണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് കവിളിൻ്റെ സൈഡിൽ വളരെ വലുപ്പത്തിൽ, ചിലർക്ക് ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ വരുന്നത് നമ്മുടെ ബോഡിയിൽ PCOD, PCOS പോലെയുള്ള കണ്ടീഷൻസ് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ലാബ് ടെസ്റ്റ് ഒക്കെ നടത്തി അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒക്കെ നടത്തി PCOD, PCOS പോലെയുള്ള പ്രോബ്ലംസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ താരനാണ്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കാൽപ്പ് നീറ്റാക്കി വെക്കാത്തത് കൊണ്ടും തലയിലെ എണ്ണമയം പ്രോപ്പറായിട്ട് നീക്കം ചെയ്യാത്തത് കൊണ്ടും നമുക്ക് മൂക്കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അത് അത്ര വലിപ്പമുള്ളതല്ല, ചെറു ചെറു കുരുക്കൾ നെറ്റിത്തടങ്ങളിലും കവിളിലും കഴുത്തിൻ്റെ ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് ധാരാളം കുരുക്കൾ എണ്ണത്തിൽ ധാരാളമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മൂക്കുരുക്കൾ തന്നെ പല തരത്തിലുണ്ട്. ആദ്യം തന്നെ നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് നമുക്കിങ്ങനെ മൂക്കുരുക്കൾ വരുന്നത് എന്ന് ഉള്ള തിരിച്ചറിവാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഹൈജീനാണ്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ സ്കിൻ നീറ്റാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അത് മുഖത്ത് മാത്രമല്ല, നമ്മുടെ അൺഡ്രാംസും പ്രൈവറ്റ് ഏരിയയിലും ചെസ്റ്റിലും ഒക്കെ നമുക്കിതുപോലെയുള്ള കുരുക്കൾ വന്നിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഹൈജീൻ ലെവൽ, സ്കിൻ നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് ഹൈജീനാക്കി വെക്കേണ്ടതും അത്യാവശ്യമാണ്. മെയിനായിട്ടുള്ള റീസൺസ് ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ ചില മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ സംഭവിക്കാം. പിന്നെ ഒരു റീസണായിട്ട് നമുക്ക് പറയാനുള്ളത് അലർജി കണ്ടീഷൻസാണ്. നമ്മുടെ ബോഡി ഹൈലി അലർജറ്റിക് ആണെങ്കിലും ഇങ്ങനെ വരാം. ചിലർക്ക് ചില ഫുഡുകൾ പിടിക്കാണ്ട് വരുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ കണ്ടീഷനിലും വരാം. പിന്നെ അമിതമായിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുന്നവരിലൊക്കെയാണ് അമിതമായിട്ട് ഇങ്ങനെ മൂക്കുരുക്കൾ കണ്ടുവരുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ മൂക്കുരുക്കൾ വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് പ്രോപ്പറായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്കിത് കൺട്രോൾ ചെയ്യാനായിട്ടും നന്നായി മിനിമൈസ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നതാണ്. അല്ലാണ്ട് നിങ്ങളിത് ഒരു കുരുക്കൾ വന്ന് കണ്ടു അപ്പം തന്നെ അത് പിടിച്ച് ഞെക്കി അല്ല അത് പൊട്ടിക്കാൻ നോക്കി അതിന് സ്റ്റീം കൊടുത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടുള്ള അവിടെ എവിടെയും കേൾക്കുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ വെച്ചിട്ട് നിങ്ങൾ വലിയ പരീക്ഷണത്തിന് നിൽക്കാതെ ഇതിൻ്റെ റീസൺ കണ്ടെത്തി അതിന് പ്രോപ്പറായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് മുഖക്കുരു വരാനുള്ള കാരണങ്ങളെക്കുറിച്ചിട്ടാണ്. ഇനി സംസാരിക്കാൻ പോകുന്നത് മുഖക്കുരു ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമായിട്ട് പറയാനുള്ളത് മുഖം നല്ല വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടു നേരം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നല്ല നീറ്റാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് എണ്ണമയം നമ്മുടെ സ്കിന്നിൽ നിന്ന് മാറിയാൽ തന്നെ നമുക്ക് മൂക്കുരുക്കൾ നല്ല രീതിയിൽ കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു വീക്ക്ലി ട്വൈസ് നമുക്ക് നല്ല സ്ക്രബ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും.
അതുപോലെ തന്നെ നമ്മൾ മുഖത്ത്, അതായത് പ്രത്യേകിച്ച് ഈ കുരുക്കളിലൊക്കെ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈ നീറ്റാണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് വാഷിങ് ഇമ്പോർട്ടൻസ് ആണ്. കൂടുതലും നമുക്ക് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാവാനായിട്ട് ഒരു കാരണം നമ്മളുടെ ഹൈജീൻ അല്ലാതെ കൈവച്ച് നമ്മൾ എപ്പോഴും പിടിക്കുകയും ഞെക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് മുഖം വൃത്തിയാക്കാനായിട്ട് നിങ്ങൾ പരമാവധി സോപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള ഫേസ് വാഷുകൾ നമുക്ക് കിട്ടും. അതായത് നീമിൻ്റെ ഫേസ് വാഷ്, അലോവേറ ഉണ്ട്, വൈറ്റമിൻ സി, അങ്ങനെ പലതരത്തിലുള്ള ഫേസ് വാഷുകൾ കിട്ടും. പരമാവധി നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഉപ്പ്, എരിവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി നിങ്ങൾ കുറയ്ക്കുക. അതുപോലെ തന്നെ ധാരാളം പഴങ്ങളും നാരുകളടങ്ങിയ ഫുഡും നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നാരുകളടങ്ങിയ ഫുഡ് നിങ്ങളുടെ ഉള്ളിൽ ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിക് എഫക്ട്സ് എല്ലാം നമുക്ക് പുറന്തള്ളാനായിട്ടും ബോഡി നല്ല ക്ലീൻ ആക്കി വയ്ക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ നാരുകളടങ്ങിയ ഫുഡ് കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യം, അതിൽ ഒരു അമാന്തവും പാടില്ല. നമ്മളൊരു 3 ലിറ്റർ തൊട്ട് 4 ലിറ്റർ വരെ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം. പ്രത്യേകം ടീനേജേഴ്സ്, പിള്ളേരൊക്കെ തീരെ വെള്ളം കുടിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര പിന്നോട്ടാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും വേണം. പാർലറിൽ മൂക്കുരുക്കൾക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. എന്നാൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ പാർലറിൽ എത്തിച്ചേരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ അപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ 1 ടീസ്പൂൺ നല്ല കട്ട തൈര് എടുക്കുക. അതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മൂക്കുരു ഉള്ള ഭാഗത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ട് നിങ്ങൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മൂക്കുരുവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ തൈരും മഞ്ഞളും കടലപ്പൊടിയും ചേർന്നിട്ടുള്ള മിശ്രിതവും ഇതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു റെമഡി ഞാൻ പറഞ്ഞുതരാം. അതായത് ആര്യവേപ്പിൻ്റെ ഇല, നല്ല ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് അരച്ച് അതിലേക്ക് 2 പിഞ്ച് മഞ്ഞളും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഈ മൂക്കുരു ഉള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ മൂക്കുരു മാറാനായിട്ട് വളരെ നല്ലതാണ്. മൂക്കുരു വരാനുള്ള കാരണങ്ങൾ, അതിൻ്റെ പ്രതിവിധികൾ, ഹോം റെമഡീസ് ഒക്കെ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ പാർലറിൽ നമ്മൾക്ക് ഈ പിമ്പിൾസിന് വളരെ എഫക്റ്റീവായ ധാരാളം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതായത് ആക്നി പിമ്പിൾസ് ട്രീറ്റ്മെൻറ്റുകൾ, വെജിറ്റബിൾ പീലിംഗ് പോലെയുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും കണ്ടീഷൻസും പ്രോബ്ലത്തിൻ്റെ ഒരു കാഠിന്യവും നോക്കിയിട്ടാണ് നമ്മളത് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ എന്നോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു.